ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ സിലബസ് സ്നാപ്ഷോട്ട്സിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാനായിട്ട് ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള പാർട്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്പെക്ട്രം സീരീസ് ഞാൻ ഒരു വശത്ത് കൂടെ എടുക്കുന്നുണ്ട്. ബാക്കി ടീച്ചേഴ്സ് എല്ലാം ഓരോ സബ്ജക്ട്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അബ്രാം സാർ എടുക്കുന്നുണ്ടായിരിക്കും, ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലക്ഷ്മികാന്ത് ബേസ്ഡ് പൊളിറ്റി മഹിമ മിസ് എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് സുരേഷ് സാർ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എടുക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആക്ട്സ് അങ്ങനെ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇതെന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇവരൊക്കെ എടുത്തതായിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ എടുക്കാനിരിക്കുന്നതായിരിക്കും. ഞാനിത് ആദ്യം തന്നെ നിങ്ങളൊന്ന് പഠിപ്പിക്കുക, ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വീക്കിലി മോക്ക് ടെസ്റ്റ് വരുമ്പോൾ അതിനും ഉപയോഗപ്പെടും. ഇപ്പൊ ഓരോരോ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം ആഴ്ച 2, 3, 4 ഒക്കെ ആയിട്ട് മോക്ക് ടെസ്റ്റുകളുടെ എണ്ണം കൂടും കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോ ഇന്ന് തരുന്നത് 2 ടോപ്പിക്കാണ്. ഓക്കെ, അതൊരു ഒന്നാമത്തേത് LPG റീഫോംസ് ആണ്. LPG റീഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? LPG റീഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പരീക്ഷയിൽ കാണാറുള്ളതാണ് അല്ലെ. മിക്കപ്പോഴും തന്നെ എക്കണോമിക്സ് ഭാഗത്ത് നിന്ന് നമുക്ക് വരാറുള്ള ഒരു ഭാഗമാണ് LPG റീഫോംസ് എന്ന് പറയുന്നത്. എന്താണ് LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പൊ ഇത് എന്താണ്, എപ്പോഴാണ് സംഭവിച്ചത്, എന്തായിരുന്നു സംഭവിക്കാനുള്ള കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഇതൊക്കെ ഷുവർ ആണ് എക്സാമിന്. ഓക്കെ, അപ്പൊ LPG റീഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, ഇതിലൊന്നും ആർക്കും സംശയം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. 1991 നടപ്പാക്കിയത് അല്ലെ. 1991 ആണ് നടപ്പാക്കിയത്. ആരുടെ ലീഡർഷിപ്പിലായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വലിയൊരു സംഭാവന ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് നന്നായി തന്നെ പഠിക്കാം. അപ്പൊ ഒരു ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. എന്താണ് 1991 റീഫോംസ്? എന്തായിരുന്നു? 2 തരത്തിലാണ്. ഒന്ന്, ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലേഷൻ ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു. സാധനങ്ങൾക്ക്, അവശ്യ സാധനങ്ങൾക്കടക്കം ഭയങ്കരമായിട്ടുള്ള വില കൂടുതൽ. ഫോറിൻ റിസർവ് വളരെ കുറവ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇഷ്യൂ, അങ്ങനെ വളരെ വളരെ പ്രശ്നങ്ങൾ പിടിച്ചൊരു സമയത്ത് നമ്മൾ ഈ ഒരു റീഫോംസ് നടത്താൻ വേണ്ടി നിർബന്ധിതരാകുമായിരുന്നു. അപ്പൊ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ റീഫോംസും സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും. സ്ട്രക്ചറൽ റീഫോംസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് 2 തരത്തിലാണ് ആ സമയത്ത് പരിപാടി നടത്തുന്നത്. അതിൽ സ്ട്രക്ചറൽ റീഫോംസിലാണ് പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും എല്ലാം തന്നെ വരുന്നത്. അത് ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നെഹ്റു പോലെയുള്ള നേതാക്കള് ഇന്ത്യയെ കൂടുതലും ഒരു സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള പാതയിലൂടെ നയിക്കാനാണ് ശ്രമിച്ചത്. അതായത് കൂടുതൽ റിസോഴ്സസും ഈ പ്രൊഡക്ഷൻ നടത്തുന്ന എല്ലാം തന്നെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന പോലെയുള്ള ഒരു രീതിയാണ് നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് വരുന്നതാണ്. അപ്പൊ ഉണ്ടായിരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് സ്വകാര്യ വ്യക്തികൾക്ക് സംരംഭങ്ങൾ നടത്താനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഏരിയകളിൽ ഗവൺമെന്റ് മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പാടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ സ്ട്രക്ചറലായിട്ട് തന്നെ നമ്മുടെ എക്കണോമിയിൽ വ്യത്യാസങ്ങൾ വരുത്തുകയാണ്. എങ്ങനെ? പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും വഴി. ഓക്കെ, അതിൽ തന്നെ ലിബറലൈസേഷനിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ഡീറെഗുലേഷൻ. അതായത് കുറെ ഏരിയാസിൽ, ഇപ്പൊ അത് കുറെ ഏരിയാസിൽ ഒരിക്കലും പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നടത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള റെഗുലേഷൻസ് കുറെ എടുത്ത് മാറ്റി, ഡീറെഗുലേഷൻസ് കൊണ്ടുവന്നു. ഫിനാൻഷ്യൽ സ്ട്രക്ചർ ലിബറലൈസ് ചെയ്തു. ലിബറലൈസ് ചെയ്യുന്നത് എന്താ അർത്ഥം? ഗവൺമെന്റിന്റെ ഇടപെടൽ കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെ. പിന്നെ ടാക്സ് റീഫോംസ് നടത്തി. വളരെ കൂടിയ എന്താണ്, നമുക്ക് പണ്ടൊക്കെ ഫോറിൻ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിരുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാധനം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പണ്ടൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഡ്യൂട്ടി കൂടുതലും, വളരെ ഡ്യൂട്ടി, നമുക്ക് തദ്ദേശീയമായ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്, ട്രേഡ് പോളിസി, ഇതിലെല്ലാം തന്നെ
മാറ്റങ്ങൾ വരികയാണ്. ഓക്കെ, അപ്പോൾ ലിബറലൈസേഷനെ പറ്റി നമുക്ക് എന്താണ് ഓരോ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. റിഡക്ഷൻ ഓഫ് ഗവൺമെന്റ്സ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ കൺട്രോളും റെഗുലേഷൻസും കുറയ്ക്കുക. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് ടു പ്രൈവറ്റ് സെക്ടർ. അതായത് നമ്മളുടെ സ്റ്റേറ്റിന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ, സ്റ്റേറ്റിന്റെ കയ്യിലിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ആർക്ക് കൊടുക്കുക? പ്രൈവറ്റ് ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെ? എയർ ഇന്ത്യ വിറ്റതൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ അത് 1991 തുടങ്ങി ഇപ്പോഴും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ മാറ്റി അത് പണം വാങ്ങിച്ച് വിൽക്കണ പരിപാടി. അതിപ്പോഴും നമ്മൾ ഓരോ ബജറ്റ് വരുമ്പോഴും കാണാറുണ്ട്, അല്ലെ? എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് എന്തൊക്കെ പൊതുമേഖലാ സാധനങ്ങൾ വിൽക്കുന്നു എന്നുള്ള കാര്യം. അതപ്പൊ തുടങ്ങിയതാ, ഇപ്പോഴും തുടരുന്നു. ഗ്ലോബലൈസേഷൻ, എക്സ്പാൻഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യ വിത്ത് ദ ഗ്ലോബൽ എക്കണോമി. അതായത് മുമ്പൊക്കെ എങ്ങനെയാണ് ഇന്ത്യയുടെ എക്കണോമിനെ നന്നായിട്ട് മറ്റു ഫോറിൻ എക്കണോമിന്ന് സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഫോറിൽ നിന്ന് ഇപ്പൊ നമുക്ക് ചൈനയിൽ നിന്നൊക്കെ വളരെ ചീപ്പായിട്ട് പല സാധനങ്ങളും വരുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കോ? ഇല്ല. അപ്പൊ ഈ ഒരു പുറത്തെ എക്കണോമിയിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് വരാതെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് വളരെയധികം ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടി നമ്മുടെ കയ്യിലെത്തുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആൾക്കാർ അത് ഉപയോഗിക്കൽ കുറയും. ഇപ്പൊ അങ്ങനെയല്ല, ഇന്ത്യനെ ഗ്ലോബൽ ആയിട്ടുള്ള എക്കണോമിയുടെ ഭാഗമാക്കി മാറ്റി. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ചെയ്തു WTO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാവുകയൊക്കെ ചെയ്തു, അല്ലെ? അപ്പൊ അതിനെല്ലാം ചേർത്ത് പറയുന്ന ഒരു അംബ്രല്ല ടേമാണ് എന്ത്? ഗ്ലോബലൈസേഷൻ. ലോകം മുഴുവൻ ഒരു ഗ്രാമമായി കാണുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 1991 മുമ്പ് ഉണ്ടായിരുന്ന സിനാരിയോ എന്താണ്? അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇക്കണോമിക് സിനാരിയോ എന്നുള്ള കാര്യം, എങ്ങനെയായിരുന്നു ഇക്കണോമിക് ഏരിയ, എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ഇക്കണോമി എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൊളോണിയൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഷേപ്ഡ് അതുപോലെ നിങ്ങൾക്ക് രണ്ട് വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാട്ട. ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്ങും ഇംപെറേറ്റീവ് പ്ലാനിങ്ങും. ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ഞാൻ ഈ സ്ലൈഡിൽ വെക്കാൻ മറന്നു, നിങ്ങൾ അതൊന്ന് എഴുതിയെടുത്ത് പഠിക്കണം. ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? INDICATIV, ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ആൻഡ് ഇംപെറേറ്റീവ് പ്ലാനിങ്. ഇംപെറേറ്റീവ് അത് ഫുൾ എഴുതാനുള്ള സ്ഥലമല്ല. ഇംപെറേറ്റീവ് പ്ലാനിങ്ങും ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്ങും. ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോ പറഞ്ഞില്ലേ, അതായത് ഈ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലൊക്കെ പോലെ എല്ലാ മാർക്കറ്റുകളാണ് തീരുമാനിക്കുക. പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് ആണ് ഉണ്ടാവുക. ഇംപെറേറ്റീവ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപെറേറ്റീവ് പ്ലാനിങ് സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും എല്ലാ തീരുമാനങ്ങളും നടക്കുക. ഇപ്പം എല്ലാം തന്നെ ഇപ്പൊ എന്ത് വിൽക്കണം, എന്ത് വിൽക്കണ്ട, എന്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട, സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അതിനെ ഇംപെറേറ്റീവ് പ്ലാനിങ് എന്ന് പറയും. ഞാൻ ഇത് സ്ലൈഡിൽ വെക്കാൻ മറന്നുപോയതാണ്, നിങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിക്കണം. കാരണം ഇത് നമുക്ക് ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത വാക്കുകളായിരുന്നു. എന്തൊക്കെ? ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്ങും ഇംപെറേറ്റീവ് പ്ലാനിങ്ങും. ഓക്കെ, അപ്പൊ കൊളോണിയൽ ഇൻഫ്ലുവൻസ്. ഈ കൊളോണിയൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്ഡ് ബൈ ദ എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ ഓഫ് കൊളോണിയൽ റൂൾ. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് എന്താണ് ഇത് ഫ്രീഡം കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൊളോണിയൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. കൊളോണിയൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ തന്നെ നാളെ മുതൽ വേറെ തരത്തിലുള്ള ഒരു എക്കണോമി എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെ? നമ്മുടെ ഫുൾ റിസോഴ്സസും ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് പോയിരിക്കുകയായിരുന്നു. നമ്മളെ എങ്ങനത്തെ കൺട്രി ആയിട്ടാണ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അവരുടെ കുറെ ഫോറിൻ പ്രൊഡക്ട്സ് വിൽക്കാനും അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് വാങ്ങാനും പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇന്ത്യനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരാതിരിക്കാനുള്ള മാക്സിമം പരിപാടിയും അവർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് നെഹ്റുവിനെ പോലത്തെ നേതാക്കൾ ഫാബിയൻ സോഷ്യലിസത്തിലാണ് കൂടുതലും എന്താണ് ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് ഫാബിയൻ സോഷ്യലിസം? ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് സ്റ്റേറ്റ്മെന്റിലൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും?
ഇത്തരം ഒരു വാക്കേ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ തന്നെ ഉപേക്ഷിക്കും. ഫാബിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ ഉടലെടുത്ത സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ റഷ്യയിലൊക്കെ എങ്ങനെയാണ് സോഷ്യലിസം സംഭവിച്ചത്? അവരതൊരു വിപ്ലവത്തിലൂടെ എന്താണ് ആ നിക്കോളാസ് സർ ഭരണം എന്ത് ചെയ്തു, ഓവർത്രോ ചെയ്ത് അവർ കയറി വരിക ചെയ്തത്. ഫാബിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഭരണമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ പബ്ലിക് സെക്ടറിന് ഇൻഫ്ലുവൻസ്, നമുക്ക് പബ്ലിക് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്തൊരു സംഭവം. ഓക്കെ, കൂടുതൽ ഡെമോക്രസി ആയിട്ട് ലീൻ ചെയ്ത് നിൽക്കുന്ന സംഭവമാണ് ഫാബിയൻ സോഷ്യലിസം. അപ്പൊ ഫാബിയൻ സോഷ്യലിസത്തിനോടാണ് കൂടുതലും അപ്പോഴത്തെ നേതാക്കൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഓക്കെ, വിഷൻ ഓഫ് ഇന്ത്യൻ ലീഡേഴ്സ് എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ ലീഡേഴ്സിന്റെ വിഷൻ സോട്ട് എ മിഡിൽ ഗ്രൗണ്ട് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. എന്താണ്? മിക്സഡ് എക്കണോമി. എൻവിഷൻഡ് എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി വിത്ത് എ സ്ട്രോങ് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഡെമോക്രസി. ഇതാണ് ഫാബിയൻ സോഷ്യലിസത്തിന്റെ ഒരു പ്രത്യേകത. വളരെ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും പ്രൈവറ്റ് പ്രോപ്പർട്ടി അലോ ചെയ്യില്ല. പക്ഷെ നമുക്ക് മിക്സഡ് എക്കണോമിയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അലോ ചെയ്യും. ദെൻ ഡെമോക്രസി. ഓക്കെ, സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ് നമുക്ക് ചെയ്തിരുന്നത് അല്ലെ. സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ്? പ്ലാനിങ് കമ്മീഷൻ ഇപ്പൊ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ പോലെയല്ല. പ്ലാനിങ് കമ്മീഷൻ തീരുമാനിക്കും, അത് പ്ലാനിങ് കമ്മീഷൻ തന്നെ ഫണ്ട് ചെയ്യും, അതനുസരിച്ചിട്ട് എല്ലായിടത്തും കാര്യങ്ങൾ നടപ്പിലാക്കും. അങ്ങനെയായിരുന്നു. പിന്നെ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ്, കൂടുതലും വളരെ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്വന്തം ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അതിന് വേണ്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇൻഡസ്ട്രിയലൈസേഷൻ അണ്ടർ സ്റ്റേറ്റ്സ് കൺട്രോൾ. കണ്ടില്ലേ? ഇപ്പൊ സെക്കൻഡ് പ്ലാനിങ്ങിന്റെ സമയത്ത് എങ്ങനെയാണ് കൂടുതലും ഇരുമ്പുരുക്ക് ശാലകൾ നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കൂടുതൽ ഇരുമ്പുരുക്ക് ശാലകൾ നിർമ്മിക്കപ്പെട്ടതൊക്കെ ബിലായ് റൂർക്കേല, ദുർഗാപൂരൊക്കെ നിർമ്മിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്ന കാര്യമാണ്. പിന്നെ എന്താണ്? സ്റ്റേറ്റ് മോണിറ്ററിംഗ് ഇൻ ഇൻഡസ്ട്രീസിനെ സ്റ്റേറ്റ് മോണിറ്റർ ചെയ്യുന്നു. മൈക്രോ ലെവൽ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻ ലേബർ ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ലേബർ ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മൈക്രോ ലെവൽ ഇന്റർവെൻഷൻസ് ഉണ്ടായിരുന്നു. പ്രൊമോഷൻ ഓഫ് ലാർജ് പബ്ലിക് സെക്ടർ ഉണ്ടായിരുന്നു. ബിസിനസ് റെഗുലേഷൻസ് ടു കൺട്രോൾ പ്രൈവറ്റ് എന്റർപ്രൈസസ്. ഇതൊക്കെ എന്താണ്? 1991 മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അങ്ങ് പോയപ്പോ എന്ത് സംഭവിച്ചു? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യൻ സൊസൈറ്റിക്ക്, ഇന്ത്യൻ എക്കണോമിക് അറീനയ്ക്ക്, ഇന്ത്യൻ എക്കണോമിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. 1991 അങ്ങനെ LPG റീഫോംസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരായി. എന്തൊക്കെയാണ് കാരണങ്ങൾ? ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അഭിരാം സാറ് ക്ലാസ്സിൽ പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ പറയുന്നില്ല. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയാൻ നമുക്ക് സമയമില്ല. അതായത് നമ്മൾക്ക് ഒരുപാട് കടം വന്നു. സിവിയർ ഡെഫിസിറ്റ് ഇൻ ഫോറിൻ കറൻസി. നമ്മുടെ കയ്യിലുള്ള ഫോറിൻ കറൻസി വളരെ കുറവായിരുന്നു. അപ്പൊ എന്താണ്? ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എങ്ങനെയാ വെച്ചാൽ 2 ആഴ്ചത്തേക്കും കൂടി സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനേ നമ്മുടെ കയ്യിൽ ഫോറിൻ കറൻസി ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് രൂപ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ കുറെ രൂപ RBI അടിച്ച് തന്നേക്കാം, ഞങ്ങൾക്ക് കുറച്ച് പെട്രോൾ വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. കൂടുതലും ഡോളറിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആൻഡ് ഗ്രോയിങ് ഡെപ്റ്റ് ബർഡൻ. അപ്പോ നമ്മളുടെ കയ്യിലുള്ളത് ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടായിരുന്നത്, ഡെപ്റ്റ് ബർഡൻ കൂടുതലായിരുന്നു. ഓക്കെ, അണ്ടർ പെർഫോമിംഗ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, PSUs. അപ്പൊ നമ്മളുടെ പൊതുമേഖലാ കമ്പനീസിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത് അല്ലെ. കാരണം ബാക്കിയുള്ളവരൊന്നും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ പൊതുമേഖലാ കമ്പനികൾ തന്നെ എല്ലാം നമുക്ക് തരുമെന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അവരുടെ അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഈ PSUസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? വടിയന്മാരായിട്ട് മാറി. അവര് മര്യാദയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്തില്ല. അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. Many PSUs incurred losses, became a financial burden on the government. Then fiscal deficit and public debt. Fiscal deficit എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലവാക്കണേക്കാൾ കൂടുതൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വന്നു. ഫിസിക്കൽ ഡെഫിസിറ്റ് വന്നു. പബ്ലിക് ഡെപ്റ്റും കൂടി. പേഴ്സിസ്റ്റന്റ് ഫിസിക്കൽ ഡെഫിസിറ്റും സബ്സ്റ്റാൻഷ്യൽ പബ്ലിക് ഡെപ്റ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹൈ ഇൻഫ്ലേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അവശ്യ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും
വില കൂടി, വളരെ ഹൈ ഇൻഫ്ലേഷൻ വന്നു. ഇൻഫ്ലേഷൻ റേറ്റ് സോർഡ് ലീഡിങ് ടു economic instability, rising prices needed immediate corrective measures. പിന്നെ ലൈസൻസ് രാജ്, അതായത് ഒരു 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 കൊച്ചു ബിസിനസ് തുടങ്ങാൻ, നിങ്ങൾ ഈ ഷൈനി ബിസ്ക്കറ്റിന്റെ കഥ സിനിമ കണ്ടിട്ടില്ലേ, മോഹൻലാൽ എത്ര കഷ്ടപ്പെട്ട് നടന്നു, അത് ലൈസൻസ് രാജ ഒരു ട്രൂ ആയിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല, സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എന്താണ് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നുണ്ട് അല്ലെ. നമ്മളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിന്റെ നമ്മൾ ഒരുപാട് പദ്ധതികൾ പഠിക്കുന്നുണ്ട്, അതിന് മാക്സിമം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, എന്താണ് ലൈസൻസ് രാജായിരുന്നു. ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ബ്യൂറോക്രാറ്റിക് ഹഡിൽസ് ഹിൻഡേർഡ് ബിസിനസ് ഗ്രോത്ത്, ഡിസ്കറേജ്ഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ. അപ്പം BBC ആ സമയത്ത് ഒരു ഒരു എന്താണ് അവരെ ഒരു പത്ര കട്ടിങ്ങോ അവരുടെ ഒരു അഭിപ്രായം ഉണ്ടായത്, അതായത് മിനിമം ഒരു 80 ഏജൻസീസ് എങ്കിലും കയറി ഇറങ്ങേണ്ടി വരുന്നത്. ഞാൻ ഈ സ്ലൈഡിൽ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇതൊക്കെ കൂടാതെ എന്താണ് ഗ്ലോബൽ സർക്കംസ്റ്റാൻസസും ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഫാൾ ഓഫ് സോവിയറ്റ് യൂണിയൻ, ആ സമയത്താണ് സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്യുന്നത്. അപ്പോൾ പ്യുവർലി സോഷ്യലിസ്റ്റിക് അപ്രോച്ച് പ്രശ്നമാണെന്നുള്ള കാര്യം, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തുന്നു. അതുപോലെ തന്നെ ഇറാഖ് വാർ ഉണ്ടാവുന്നു. ഇറാഖ് വാർ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കണേന്ന്, ഗൾഫ് വാർ, ഈ എന്താണ് എണ്ണയുടെ വില കുതിച്ചുയരാണ്. ഓക്കെ, അപ്പൊ അതും നമ്മളുടെ ഈ ഒരു പ്രശ്നത്തിനെ ബാധിക്കുന്നുണ്ട്. ഇതാണ് BBC പ്രീ എക്കണോമിക്, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള, ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇത് വെച്ചതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വെച്ചതാണ്. ഭയങ്കരമായിട്ടുള്ള ക്രൈസിസിലാണ്. അതായത് ഒരാളൊരു കാര്യം, ഒരു പുതിയ ഏജൻസി അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങണമെങ്കിൽ മിനിമം 80 ഏജൻസീസ് കയറി ഇറങ്ങി നടക്കേണ്ട വരുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യ എന്ത് ചെയ്യണു, ആരുടെ അടുത്ത് പോവും, ഈ ഏറ്റവും വലിയ ബാങ്കുകളായിട്ടുള്ള IMF-ന്റെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയും വേൾഡ് ബാങ്കിന്റെയും അടുത്തേക്ക് പോവാണ്. അപ്പൊ ഇന്ത്യ IMF-ന്റെയും ഇവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് എന്ത് ചെയ്യും, ലോൺ കിട്ടും, പക്ഷെ കുറെ കണ്ടീഷൻസ് അവർ വെക്കും. ഇന്ത്യ എന്ത് ചെയ്യും, ലോൺ ഓഫ് 7 ബില്യൺ വാങ്ങിക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടെ. ഈ അടുത്ത് വരുന്ന കൊസ്ത്രാക്കൊള്ളി ക്വസ്റ്റ്യൻസിൽ ഒരുമാതിരി നമ്പർ ചോദിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ഗോൾഡ് പ്ലഡ്ജ്, എത്രയാണ് ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുന്നത്, 20 ടൺ ഓഫ് ഗോൾഡ് യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡിൽ പ്ലഡ്ജ് ചെയ്യുന്നു. പ്ലഡ്ജ് ചെയ്യാന്ന് അറിയാലോ, പണയം വെക്കുന്നു. നിങ്ങൾക്ക് കിളികളുടെ ശബ്ദം നല്ലോണം കേൾക്കുന്നുണ്ടോ? ഇവിടെ അടുത്ത് തന്നെ വന്നിരുന്ന് എവിടെയോ ഇരുന്ന് ചലക്കുന്നുണ്ട്. pledged 20 tons of gold to the Union Bank of Switzerland. അതുപോലെ തന്നെ pledged 47 tons of gold in Union Bank of England. ഓക്കെ, IMF-ന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് അറിയോ? ലിബറലൈസ് ചെയ്യുക, എന്ത് ചെയ്യണം, ഇന്ത്യൻ എക്കണോമി തുറക്കണം, ബാക്കിയുള്ളവർക്കും മുഴുവൻ ചെയ്യണം, പിന്നെ അതുപോലെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റണം. ഇങ്ങനെ IMF കണ്ടീഷൻസ് വെക്കുകയാണ്. ഓക്കെ, അതാ ഈ ഒരു കാർട്ടൂൺ നിങ്ങൾ ആ സമയത്ത് വന്നതാണ്. അതായത് ഇവര് മൻമോഹൻ സിംഗും പിന്നെ അതുപോലെ തന്നെ നരസിംഹറാവു പോയി ചോദിക്കുമ്പോൾ പുതിയ ഇവരുടെ ഐഡിയ ഒന്നും അല്ല, IMF നിർബന്ധിച്ച് കൈയൊക്കെ തിരിച്ച് വടച്ചൊടിച്ചിട്ട് ആണ് ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കൈ നമ്മൾ സ്വന്തമായിട്ട് ട്വിസ്റ്റഡ് ആക്കിയതാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഒരു കാർട്ടൂൺ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് മൻമോഹൻ സിംഗിന്റെ ആ സമയത്തുള്ള ബജറ്റ് സ്പീച്ച് ആണ്. നമ്മൾ ഈ ന്യൂ എക്കണോമിക് ഇത് വരുമ്പോൾ, അതായത് ഈ സമയത്ത് ഇത് വളരെ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു. നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസിനെ എക്സ്പാൻഡ് ചെയ്യണം, സ്കോപ്പ് കൂട്ടണം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ബജറ്റ് സ്പീച്ചിലെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ നല്ലോണം ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു നിങ്ങൾ മറക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കുറച്ചൊന്ന് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മെഷേഴ്സ് ആണ് എടുത്തത് നമ്മൾ കണ്ടതാണ് ഫ്ലോ ചാർട്ടിലെ. എന്താണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് കൊടുത്തു, സ്ട്രക്ചറൽ മെഷേഴ്സ് കൊടുത്തു. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങൾ, അത് ഷോർട്ട് ടൈം ആണ്, ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റേത് എന്താണ്, സ്ട്രക്ചറലി വ്യത്യാസം വരുത്താണ്. അതിലാണ് നമ്മുടെ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും എല്ലാം വരുന്നത്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്,
focused on addressing the immediate causes of the crisis, aimed to correct weakness leading to balance of payment crisis. Balance of payment crisis നെ പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ നോക്കി. ഇൻഫ്ലേഷനെ കൺട്രോളിൽ വരുത്താൻ ശ്രമിച്ചു. ഓക്കെ, സ്ട്രക്ചറൽ മെഷേഴ്സിൽ എന്തൊക്കെയാ വരുന്നത്? എക്കണോമിക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലിബറലൈസേഷൻ നടത്തി. അപ്പൊ ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ് വന്നു. അതായത് ഡവിന്റെ ഷാമ്പു കുറെ പുറത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാക്കണ എന്താണ്? ദീദി ഷാമ്പു. അവരവരുടെ ഗുണമേന്മ കൂട്ടാൻ നോക്കില്ലേ? അങ്ങനെ ടാർഗറ്റഡ് എൻഹാൻസ് international competitiveness by removing economic rigidness. Economic rigidness ഉണ്ടല്ലോ, ആ ടൈറ്റ്നെസ് കുറച്ചിട്ട് കുറച്ചും കൂടി ലിബറലൈസ് ആക്കി. പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും എല്ലാം തന്നെ കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ലിബറലൈസേഷൻ മെഷേഴ്സ് കൊണ്ടുവന്നത്? ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. ഓക്കെ, അതായത് ഭയങ്കരമായിട്ടുള്ള ലൈസൻസിങ് ഉണ്ടായിരുന്നു. ലൈസൻസ് രാജ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പം അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് കുറെ ഇൻഡസ്ട്രീസിന് ലൈസൻസിങ് റിമൂവ് ചെയ്തു. പിന്നെ കുറച്ചിന് മാത്രം, അതായത് അത്യാവശ്യം ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ആൽക്കഹോള്, സിഗരറ്റ്, അതുപോലെ ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ്, ഡ്രഗ്സ് ആൻഡ് എക്സ്പ്ലോസീവ്സ്, അങ്ങനത്തെ സാധനങ്ങൾക്ക് മാത്രം ലൈസൻസിങ് പിന്നെ നിലനിർത്തിയുള്ളൂ. ബാക്കി ഇതിന്റെ ലൈസൻസിങ് ഒക്കെ അബോളിഷ് ചെയ്തു. പിന്നെ എന്താണ്? ഡീറിസർവേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് നടത്തി. അതായത് ചില സ്ഥലത്ത് സർക്കാരിന് മാത്രം ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ, അത് മാറ്റി. ഏതൊക്കെയായിരുന്നു? ഇൻഡസ്ട്രീസ് പ്രീവിയസ്ലി റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ ഓപ്പൺ ടു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എക്സെപ്റ്റ് റെയിൽവേസ്, ഡിഫൻസ് എക്യുപ്മെന്റ്, അറ്റോമിക് പവർ ജനറേഷൻ. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ റെയിൽവേയിൽ കുറച്ചൊക്കെ എന്താണ് ഇത് വന്നു തുടങ്ങി. എന്താണ് കുറച്ചും കൂടി പ്രൈവറ്റ് പ്ലെയേഴ്സ് വന്നു തുടങ്ങി. ദെൻ ഡിഫൻസിലും ഇപ്പോ നമുക്ക് കുറച്ചൊക്കെ സ്വകാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റോമിക് പവർ ജനറേഷനിലും ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് ഡ്രിവൺ പ്രൈസിങ്, അതായത് മാർക്കറ്റ് ഫോഴ്സസ് അനുസരിച്ചിട്ട് വില കൂടുകയും കുറയുകയും ചെയ്യാനായിട്ടുള്ളത് തുടങ്ങി. അല്ലെങ്കിൽ ഗവൺമെന്റ് വിചാരിക്കുന്ന വിലയായിരുന്നു. ഇപ്പൊ ചില നേരത്തൊക്കെ സവാളയ്ക്ക് വില കൂടുന്നതും ഉള്ളിക്ക് വില കൂടുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഇത് മാർക്കറ്റ് അനുസരിച്ച് കൂടുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഗവൺമെന്റിന്റെ കൺട്രോൾ ഇതൊക്കെ അല്ലേ, ഇതെല്ലാം തന്നെ പുറത്തേക്ക് വന്നു. ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്. എന്തൊക്കെയായിരുന്നു ഫിനാൻഷ്യൽ സെക്ടർ റീഫോം? ഒന്ന്, റോൾ ഓഫ് RBI. RBIയുടെ റോള് ഇൻക്രീസ് ചെയ്തു. ഷിഫ്റ്റഡ് ഫ്രം എ സ്ട്രിക്റ്റ് റെഗുലേറ്റർ ടു എ ഫെസിലിറ്റർ ഓഫ് ദി ഫിനാൻഷ്യൽ സെക്ടർ. അതായത് RBIയുടെ റോള് കുറച്ചു. ഒരു സ്ട്രിക്റ്റ് റെഗുലേറ്ററിൽ നിന്നും ഒരു ഫെസിലിറ്റേറ്റർ, ഒന്ന് പറഞ്ഞു കൊടുക്കണ ആളെന്നുള്ള നിലയിൽ ആളെത്തി. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൈവറ്റ് ബാങ്ക്സ്. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? എല്ലാം പിടിച്ച് ദേശസൽക്കരിക്കുകയായിരുന്നു അല്ലെ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കുറെ പ്രൈവറ്റ് ബാങ്കുകൾ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൽ വന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI, ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിച്ചു. അങ്ങനെ അലൗഡ് അപ് ടു 50% FDI ഇൻ ഇന്ത്യൻ ബാങ്ക്സ്. ഇന്ത്യൻ ബാങ്ക്സിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് 50% അനുവദിച്ചു. RBI oversight retained managerial controls in the key areas to safeguard accounts holders interest. അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് മാനേജറിയൽസിലുള്ള കൺട്രോൾസ് എല്ലാം സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് തുടങ്ങി. RBI എന്നാലും ഓവർസൈറ്റ് ചെയ്യും. ടാക്സ് റീഫോംസ്. എന്തെല്ലാമാണ് ടാക്സ് റീഫോംസ് ഉണ്ടായിരുന്നത്? റിഡക്ഷൻ ഓഫ് കോർപ്പറേറ്റ് ടാക്സ്, സിംപ്ലിഫിക്കേഷൻ ഓഫ് ടാക്സ് പ്രൊസീജിയർ, പിന്നെന്താണ്? ടാക്സ് സ്ലാബ് ചേഞ്ചസ് വരുത്തി. ഓക്കെ, ഇതൊന്നും അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമല്ല. കോർപ്പറേറ്റ് ടാക്സ്, ഓരോ കോർപ്പറേറ്റും കൊടുക്കുന്ന ടാക്സ് ഉണ്ടല്ലോ, അതിന് റിഡക്ഷൻ കൊണ്ടുവന്നു. ടാക്സ് പ്രൊസീജിയർ ഒക്കെ സിംപ്ലിഫൈഡ് ആക്കി. പിന്നെന്താണ്? ടാക്സ് സ്ലാബ് ചേഞ്ചസ് വന്നു. അതായത് 91 to 96 മൻമോഹൻ സിംഗിന്റെ സമയത്ത് ടാക്സ് സ്ലാബുകൾ 20%, 30%, 40% എന്നിങ്ങനെ ആക്കി. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. റുപ്പി എന്ത് ചെയ്തു? ഡിവാലുവേറ്റ് ചെയ്തു. അപ്പൊ ഡിവാലുവേറ്റ് ചെയ്തത് എത്ര പെർസെന്റേജ് ആണെന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ റേറ്റ് എത്ര ആയി എന്നുള്ള ചോദ്യമുണ്ട്. ഒരു US ഡോളർ ഈക്വൽ ടു 24.58 INR ആയിരുന്നു അപ്പൊ ആക്കിയത്. അപ്പൊ 19 to 20% ആണ്. പെർസെന്റേജ് കണക്ക് വെച്ച് കഴിഞ്ഞാൽ 19 to 20% ആണ് റുപ്പി ഡിവാല്യൂ ചെയ്തത്. ഈ രണ്ട് കണക്കും ഒന്ന് ഓർത്തിരിക്കുക. മാർക്കറ്റ് ഡ്രിവൺ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് ഇപ്പൊ മാർക്കറ്റിനനുസരിച്ച് എണ്ണയ്ക്ക് വില കൂടുന്നതും സ്വർണത്തിന് വില കൂടുന്നതനുസരിച്ച് ഇതിന്
ഡിഫറൻസ് വരും. അപ്പൊ രൂപയ്ക്ക് വില കുറയ്ക്കുകയാണ് അപ്പോൾ ഉണ്ടായത്. എത്ര രൂപയായിട്ടാണ് കുറച്ചത്? $1 24.58 രൂപ എന്ന നിലയ്ക്കാണ് അപ്പൊ ആയത്. 19 to 20% വില കുറച്ചു. ഡിവാലുവേഷൻ ഓഫ് റുപ്പി ഉണ്ടായി. ഓക്കെ. Then trade investment and policy reforms. Removal of quantitative restrictions. Restrictions on import were dismantled and later fully eliminated. Reduction in tariff rates. Import taxes were lowered to encourage trade. Simplification of licensing procedures. Import license was abolished except for hazardous. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. Promotion of export. കയറ്റുമതിയൊക്കെ എന്ത് ചെയ്തു? കയറ്റുമതിയൊക്കെ പ്രൊമോട്ട് ചെയ്തു. ഓക്കെ. ഈ ഒരു ഇത് നിങ്ങൾ നോക്കിക്കോ. ഇത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫർ ആണ്. ഓരോരോ പബ്ലിക് കമ്പനി ആയിട്ട് വിൽക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ പബ്ലിക് കമ്പനിയൊക്കെ സാധാരണക്കാർ നിങ്ങൾ വാങ്ങിച്ചോ. നിങ്ങൾക്ക് റൈസും വെജിറ്റബിൾസും ദാലൊന്നും വാങ്ങിക്കാൻ എന്തായാലും കഴിയില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, പബ്ലിക് കമ്പനികളൊക്കെ വാങ്ങിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാർട്ടൂൺ, വെറുതെ ഒരു കാർട്ടൂൺ, പ്രൈവറ്റൈസേഷന് വേണ്ടിയുള്ള ഒരു കാർട്ടൂൺ ഒന്ന് നോക്കുക. ഒരു തമാശക്ക് വെച്ചെന്നുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റൈസേഷനെ പറ്റിയിട്ട് ഓർമ്മ വരും. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്താണ്? പബ്ലിക് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് മാറുന്നതാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് അറിയാം, പബ്ലിക് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ വളരെ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടല്ല, ഒരു സർവീസ് മോട്ടീവ് ആയിട്ടാണ് പ്രവർത്തിക്കുക. ഈ പബ്ലിക് സെക്ടറിലുള്ള കമ്പനീസ് ഒക്കെ പ്രൈവറ്റ് സെക്ടറിലേക്ക് എത്തുമ്പോൾ അവരെന്ത് ചെയ്യും? കുറച്ചുകൂടി കാശിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ അവിടെ സർക്കാർ കമ്പനി ആണല്ലോ പോലത്തെ ഒരു നിലപാടായിരിക്കില്ല. കൂടുതൽ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ഇംപ്രൂവ്സ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ബൂസ്റ്റ് FDI. അതുപോലെ തന്നെ ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് വിൽക്കുമ്പോൾ കുറെ കാശ് ആർക്ക് കിട്ടും? ഗവൺമെന്റിന് കിട്ടും. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ഇതിൽ ക്രിറ്റിസിസം ഉണ്ട്. അതായത് നമ്മുടെ സ്വന്തം കമ്പനികൾ പ്രൈവറ്റ് പാർട്ടീസിന് പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അസറ്റ്സ് കുറയുകയാണ്. അങ്ങനത്തെ എന്താണ് ഒരു കുറെ ക്രിറ്റിസിസംസ് ഉണ്ട്. പിന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം തന്നെ നമ്മളുടെ ഒരു കുടക്കീഴിൽ, ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ നമ്മളുടെ കൾച്ചറൽ ഐഡിയാസ്, പ്രൊഡക്ട്സ്, വേൾഡ് വ്യൂ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ അതിന് നമുക്ക് എക്കണോമിക് സെൻസ് പറയുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് ഔട്ട്സോഴ്സിങ്. നിങ്ങൾക്കറിയാം, ഇപ്പൊ കമ്പനി നിൽക്കുന്നത് അങ്ങ് US-ലായിരിക്കും, പക്ഷെ അവരുടെ കോൾ സെന്റേഴ്സ് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും. അപ്പൊ അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള ലേബർ ഉണ്ട്. സോ അവരുടെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്സോഴ്സിങ് നടത്തും. കുറെ കമ്പനികളൊക്കെ അവരുടെ BPOs ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. ഓക്കെ. ബാങ്കിങ് സർവീസസ്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടും. നല്ലൊരു കാര്യമാണ്. അതേസമയം മോശം കാര്യമാണ്. കാരണം ഒരു സായിപ്പിന് കൊടുക്കുന്ന സാലറി ഒന്നും ഒരിക്കലും ഒരു ഇന്ത്യക്കാരന് കൊടുക്കില്ല. ഒരു തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, എന്നാലും കുറച്ച് ജോബ് ക്രിയേഷൻസിന് കാരണവും ആവുന്നുണ്ട്. Then WTO ഇന്ത്യ ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യ ഒരു ആക്റ്റീവ് മെമ്പർ ആയി. അപ്പൊ WTO പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ FDI എന്ന് പറഞ്ഞാൽ എന്താണ്? FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂൺ ആണ് വെച്ചിരിക്കുന്നത്. FDI തുടങ്ങുമ്പോഴേക്കും നമ്മുടെ റീറ്റെയിൽ ട്രേഡ് കസേര എടുത്ത് പോകേണ്ട അവസ്ഥയായി എന്നുള്ളൊരു സംഭവം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിനെപ്പറ്റി പറയുന്ന ഒരു കാർട്ടൂൺ ആണ് വെച്ചത്. ഈ കാർട്ടൂൺ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പിക്ചേഴ്സ് വരുമ്പോൾ പരീക്ഷയുടെ സമയത്ത് എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ്. പിന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറെ കൂടി ചരിത്രമായിട്ടും കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഞാൻ ഇന്നലെ സുരേഷ് സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് പിന്നെ അതിനെപ്പറ്റി വായിച്ചത്. അതായത് നെഹ്റു കുറെ കൂടെ എന്താ പറയാ സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആളായിരുന്നു. പക്ഷെ പട്ടേൽ വളരെ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു, വളരെ വലതുപക്ഷക്കാരനായിരുന്നു. അപ്പൊ പട്ടേൽ മരിക്കണ വരെ നമുക്ക് പ്ലാനിങ് കമ്മീഷൻ തുടങ്ങാൻ പറ്റിയില്ല എന്ന് പറയണേ. ആഫ്റ്റർ പട്ടേൽസ് ഡെത്ത് ഓൺലി വി കുഡ് സ്റ്റാർട്ട് എ പ്ലാനിങ് കമ്മീഷൻ. അപ്പൊ അത്രയാണ് നമ്മുടെ LPG റീഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇതും എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഈ +2 സിലബസ് കുട്ടികളുടെ ബുക്ക് ഉണ്ടല്ലോ NCERT,
അതേപോലെയാണ്. അപ്പൊ NCERT ബേസ്ഡ് ആയിട്ടുള്ള നോട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന്റെ തുടക്കം എന്ന് പറയുന്നത് അർപ്പാനെറ്റ് ആണ്. ഏറ്റവും ആദ്യത്തെ ഇന്റർനെറ്റ് ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ അർപ്പാനെറ്റ് ആണ്. ഈ അർപ്പാനെറ്റ് ഉപയോഗിച്ച് എന്താ UCLA നിന്ന് SRIലേക്കുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, രണ്ട് യൂണിവേഴ്സിറ്റീസ് ആണ്. പിന്നെ ബാക്കിയൊന്നും അത്ര വലിയ കാര്യമായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവസാനം വൈഫൈ വന്നത് 1997 പിന്നെ എന്താണ് ടിംബർ-നേഴ്സ്ലി ആണ് നമ്മുടെ വേൾഡ് വൈഡ് വെബിന്റെ പിതാവ്. 1990 അക്കാര്യമൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. വലിയ സംഭവമൊന്നുമില്ല. ആ ടൈം ലൈൻ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോ നമ്മുടെ US-ലെ ആർമി അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് പോലത്തെ നെറ്റ്വർക്കിംഗ് വരുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അർപ്പാനെറ്റിന്റെ ഫുൾ ഫോം ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക് അർപ്പാനെറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? ഇവരിത് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയും സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണ്. ഓക്കെ, പിന്നീട് ഗ്രാജുവലി അർപ്പാനെറ്റ് എന്ത് ചെയ്തു? വികസിച്ചു വന്ന് ഇപ്പൊ കാണുന്ന ഇന്റർനെറ്റിന്റെ ലെവലിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? പാൻ ഉണ്ട്, ലാൻ ഉണ്ട്, മാൻ ഉണ്ട്, വാൻ ഉണ്ട്. പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്ന് പറഞ്ഞാല് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എന്റെ ലാപ്ടോപ്പ് ഉണ്ട്. എന്റെ ലാപ്ടോപ്പ് ഞാൻ ബ്ലൂടൂത്ത് വഴി എന്റെ മൈക്കിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്റെ ലാപ്ടോപ്പ് ഞാൻ ഒരു ക്യാമറയോട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ലാപ്ടോപ്പ് ഞാൻ എന്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താ? എന്റെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് അല്ലെ? അപ്പൊ ഇത് എന്തൊക്കെ വെച്ചിട്ട് ചെയ്യാം? ബ്ലൂടൂത്ത് വെച്ചിട്ട് ചെയ്യാം, വൈഫൈ വെച്ചിട്ട് ചെയ്യാം. അപ്പോ ഫ്യൂ പേഴ്സണൽ ഡിവൈസസ് കണക്ട് ചെയ്യണതിനാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു 10 മീറ്ററിന്റെ ഉള്ളിലൊക്കെ ഇത് നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതൊന്നില്ലെങ്കിൽ വയേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വയർലെസ് ആയിരിക്കാം. അത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഒരു കോളേജിന്റെ ഉള്ളിൽ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ഓഫീസിന്റെ ഉള്ളിൽ ഒരു കുറച്ചധികം കമ്പ്യൂട്ടേഴ്സും ഫോൺസും മൊബൈൽ ഫോൺസും പ്രിന്ററും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഓഫീസിൽ ഇരിക്കുന്നു, അപ്പൊ എനിക്കൊരു സാധനം പ്രിന്റ് എടുക്കണം. അപ്പൊ എൻ്റെ വൈഫൈ തന്നെ കണക്റ്റഡ് ആയിരിക്കും എൻ്റെ പ്രിന്റർ. അപ്പൊ എനിക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. ഇതിനെന്ത് പറയാൻ പറ്റും? ലോക്കൽ ഏരിയ എന്ന് പറയാൻ പറ്റും. അതായത് ഒരു സിംഗിൾ റൂം, ഫ്ലോർ, ഓഫ്ലൈൻ, ഓക്കെ, ലാബ്, അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ വയർലെസ് ആയിട്ടോ, ഈതർനെറ്റ് കേബിൾസ് ഉപയോഗിച്ചിട്ടോ, ഫൈബർ ഒപ്റ്റിക്സ് ഉപയോഗിച്ചിട്ടോ, വൈഫൈയോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് നല്ല ഹൈ സ്പീഡുള്ള ഡാറ്റ ട്രാൻസ്ഫർ ഉപയോഗിക്കാം. ഓക്കെ, അത് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിച്ചു പോട്ടെ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ലാനുകളെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് അത് റേഞ്ചസ് ഇൻ MBPS-കളിലാണ് ഉണ്ടാവുക. നമ്മളുടെ ലാനിനേക്കാളും കുറവ് സ്പീഡാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് റേഞ്ചസ് ഇൻ MBPS ബട്ട് ഇറ്റ്സ് ജനറലി സ്ലോവർ കമ്പയർഡ് ടു ലാൻ. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കേബിൾ TV നെറ്റ്വർക്ക് ആൻഡ് കേബിൾ ബേസ്ഡ് broadband internet services. Range can be extended up to 30 to 40 kilometers. LAN integration, ഒരുപാട് ലാനുകൾ ചേർന്നിട്ടാണ് വാൻ ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ് എന്ത്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വലിയൊരു ഏരിയ, നമ്മൾ ഈ പറയണ ഇന്റർനെറ്റിനൊക്കെ അതിൽ കൂട്ടാവുന്നതാണ്. കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ്, ലാൻസ്, മാൻസ്, അങ്ങനെ എല്ലാം തന്നെ വലിയ ഏരിയയിലുള്ള ഒരു സംഭവമായിരിക്കും എന്ത്? വാൻ എന്ന് പറയുന്നത്. പല തരത്തില് ആയിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ലാർജ് ബിസിനസ്സുകളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ്. ഇപ്പൊ അമൃതയ്ക്ക് എന്താണ്? അമൃതയ്ക്ക് എന്തൊക്കെയുണ്ട്? നഴ്സിംഗ് കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, 2-3 സ്ഥലത്ത് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ വലിയ സംഭവങ്ങൾക്ക് ഒരുപാട് പല ഏരിയകളിൽ, എട്ടുപടിയിലും കായംകുളത്തും അങ്ങനെ പല സ്ഥലത്തല്ലേ, ബാംഗ്ലൂരൊക്കെ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ അത് എന്താണ്? ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് നമുക്ക്
പറയാവുന്നതാണ്. ഓക്കെ, ഇനിയാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഏരിയ എന്ത്? നെറ്റ്വർക്ക് ഡിവൈസസ്. മോഡം എന്ന് പറഞ്ഞ പേര് വന്നത് എങ്ങനെ തന്നെ അറിയാമോ? മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. അതായത് ഡിജിറ്റൽ ഡാറ്റനെ അനലോഗ് ആക്കും, അനലോഗ് ഡാറ്റനെ ഡിജിറ്റൽ ആക്കും. എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഡിജിറ്റൽ ഡാറ്റ ഇൻടു അനലോഗ് സിഗ്നൽസ് ആൻഡ് അനലോഗ് സിഗ്നൽ വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ എന്താണ് സംഭവം. അപ്പൊ എന്താണ്, ഒരു നമ്മളൊരു സാധനം അയക്കുകയാണ്, അപ്പൊ ആ സിഗ്നല് അതുപോലെ തന്നെ അല്ല പോവാ, ഈ പോണ വഴിക്ക് ഡിസ്റ്റോർഷൻസ് ഉണ്ടാവാം. ഞാൻ അയക്കുന്ന സിഗ്നല് പോണ വഴിക്ക് മരത്തിലും പൊടിയിലും ഒക്കെ തട്ടി തട്ടിയാണ് പോവാ, അപ്പൊ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡിസ്റ്റോർഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അയക്കുക. അപ്പൊ നമ്മൾ അയക്കുന്ന സ്ഥലത്ത് മോഡുലേറ്റർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. കൺവേർട്ടിംഗ് ഡിജിറ്റൽ ഡാറ്റ, അതായത് 0 and 1 into അനലോഗ് സിഗ്നൽസ് ആക്കി അയക്കും. റിസീവറിന്റെ അടുത്ത് എത്തുമ്പോൾ എന്തുണ്ടാവും? ഒരു ഡിമോഡുലേറ്റർ ഉണ്ടാവും. അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ഡാറ്റ ആക്കും. ഓക്കെ, എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താണ്, ഈ ഫോൺ ലൈൻസിലൂടെ ഒക്കെ പോകണമെങ്കിൽ ഡിജിറ്റൽ സാധനങ്ങളൊക്കെ പോകാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റോർഷൻ ഒക്കെ കുറയ്ക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മോഡത്തിന്റെ ആവശ്യം വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ലാപ്ടോപ്പിൽ നിന്ന് ഡിജിറ്റൽ സിഗ്നൽ പോയി, മോഡുലേഷൻ നടന്നു, അനലോഗ് സിഗ്നലായി, ഡിമോഡുലേഷൻ നടന്നു, ഡിജിറ്റൽ സിഗ്നലായി, പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, ഇത്രയുള്ളൂ മോഡത്തിന്റെ പരിപാടി. മനസ്സിലായോ? ഈഥർനെറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ NIC എന്ന് കേട്ടിട്ടുണ്ടാവും. NIC, Network Integration Card. Ethernet card and Network Integration Card are both the same. Okay, Ethernet card or Network Interface Card, a network adapter used to set up wired network. ഇപ്പൊ നിങ്ങളുടെ പ്രിന്റർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, അതിലേക്ക് എന്ത് ചെയ്യണം? വൈഫൈ എത്തിക്കണം. പക്ഷെ അതിൽ വയർലെസ് ആയിട്ട് പിടിക്കാനുള്ള ഒരു സാധനം ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു NIC ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. ഒരു കുഞ്ഞു സാധനമാണ്, ഒരു കുഞ്ഞു കാർഡാണ്, അത് നിങ്ങളുടെ മദർ ബോർഡിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ പ്രശ്നം തീർന്നു. മനസ്സിലായോ? അപ്പൊ ഇത് നല്ല രീതിയിൽ ഡാറ്റ സപ്പോർട്ട് ചെയ്യും. 10 Mbps മുതൽ 1 Gbps വരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, then RJ45. RJ45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം വരുന്നത് രജിസ്ട്രേഡ് ജാക്ക്. ഈ സാധനമാണ്, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? രജിസ്ട്രേഡ് ജാക്ക് 45, a 8-pin connector used with Ethernet cable for networking. Okay, അപ്പൊ നമ്മള് വയേർഡ് ആയിട്ട് നെറ്റ്വർക്ക് കണക്ട് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ RJ45 ഉപയോഗിക്കുക. 8 pin ആണ് ട്ടാ, 8 pin ആണ്. Purpose, a standing network interface found at the end of most network cable. മിക്കവാറും നെറ്റ്വർക്ക് കേബിളിന്റെ അറ്റത്ത് ഈ സാധനമാണ് ഉണ്ടാവുക. ഓക്കെ, then റിപ്പീറ്റർ. റിപ്പീറ്റർ എന്തിനാണ്? പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ വരുന്ന സാധനം ഒന്ന് തളരുമ്പോൾ അതിനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കയറ്റി വിടുന്ന സാധനമാണ് നമ്മുടെ റിപ്പീറ്റർ. സിഗ്നൽ ട്രാൻസ്മിഷൻ. Data is carried in the form of signals over the cable. A typical transmission distance of about 100 meters. Signal weakening. Beyond this distance, signals lose strength and become weak. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? കുറച്ച് ഡിസ്റ്റൻസ് കഴിയുമ്പോൾ സിഗ്നൽസിന്റെ സ്ട്രെങ്ത് ഒക്കെ പോയിട്ട് അവര് വീക്ക് ആയിട്ട് മാറും. അപ്പൊ റിപ്പീറ്റർ എന്ത് ചെയ്യും? റിപ്പീറ്റർ ഈ ഒരു ഇതിനെയൊക്കെ പിടിച്ചെടുത്തിട്ട് അവരെ റീജനറേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആംപ്ലിഫൈ ചെയ്ത് വിടും. അപ്പൊ അവർക്ക് പിന്നെയും ശക്തി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹബ്ബ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹബ്ബ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ പല പല ഡിവൈസസ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഈഥർനെറ്റ് ഹബ്ബ്, എ നെറ്റ്വർക്ക് ഡിവൈസ് യൂസ്ഡ് ടു കണക്ട് മൾട്ടിപ്പിൾ ഡിവൈസസ് ത്രൂ എ വയേർഡ് കണക്ഷൻസ്. അപ്പൊ ഹബ്ബിൽ എങ്ങനെയാണ്? വയേർഡ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഫംഗ്ഷൻ, ഡാറ്റ റിസീവ്ഡ് ഓൺ എനി ലൈൻ ഈസ് സെൻഡ് ഔട്ട് ഓൺ ഓൾ അതർ ലൈൻസ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 8 സാധനം ഞാൻ കണക്ട് ചെയ്തു, എനിക്ക് ഒരാൾക്കേ അയക്കേണ്ട ആവശ്യമുള്ളൂ, പക്ഷെ അയക്കുമ്പോൾ ഒരു 8 സാധനത്തിനും അയക്കും. അതാണ് പ്രശ്നം. If data from 2 devices arrive at the same time, collision occurs, causing data loss. അപ്പൊ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്, 2 ഡിവൈസിൽ ഒരു സാധനം വരികയാണ്, അങ്ങനെ കൊളീഷൻ ഉണ്ടാവും, ഡേറ്റ ലോസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ തെറ്റിക്കരുതേ, ശരിയാക്കണേ. ഇനിയാണ് സ്വിച്ച്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നെറ്റ്വർക്കിംഗ് ഡിവൈസ് സെൻട്രൽ ടു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസസ്. ഈ ഹബ്ബ് ചെയ്യണ അതേ പരിപാടി തന്നെ, പക്ഷെ കുറച്ചും കൂടി സ്മാർട്ട് ആണ് ആള്. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഫംഗ്ഷൻ? എക്സ്ട്രാക്ട് ദ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഫ്രം ദ ഇൻകമിംഗ് ഡാറ്റ പാക്കേജ്. ഈ ഹബിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഒന്നും നോക്കാതെ എല്ലാവർക്കും സെയിം സാധനം അയച്ചു കൊടുക്കും. സ്വിച്ചിന് അഡ്രസ് നോക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതുകൊണ്ട്
നമുക്ക് എവിടേക്കാണോ അയക്കേണ്ടത് അവിടേക്ക് മാത്രം അയക്കത്തുള്ളൂ. ഓക്കെ. അപ്പോ ഇറർ ഹാൻഡ്ലിംഗും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ drops the noisy and corrupt signals and request the sender to resend the data. ഇപ്പൊ അയക്കുന്ന സാധനം വളരെ നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യമില്ലാത്ത ഡാറ്റ എന്നാണ്, അല്ലെങ്കിൽ കറക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അത് റീസെൻഡ് ചെയ്യാൻ പറയും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും. കുറച്ചും കൂടി സ്മാർട്ട് ആയിട്ടുള്ള ഡിവൈസ് ആണ്, ഹബിനേക്കാളും സ്മാർട്ട് ആയിട്ടുള്ള ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ. റൂട്ടർ നിങ്ങൾക്ക് വളരെ അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് റൂട്ടർ? എ നെറ്റ്വർക്ക് ഡിവൈസ് ദാറ്റ് റിസീവ്സ്, അനലൈസ് ആൻഡ് ട്രാൻസ്മിറ്റ് ഡാറ്റ ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിവൈസസ്. ഓക്കെ. അപ്പം അനലൈസ് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ കണക്ട്സ് ദ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ടു ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിച്ചെടുക്കുന്നതാണ്. നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ള ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? റൂട്ടർ ചെയ്യുന്നത്. Okay, it advanced capabilities compared to a hub or switch, such as analyzing data and deciding to handling it. ഇതിനെ നമുക്ക് ഹബിനോട് സ്വിച്ചിനോടൊക്കെ താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റനെ റീപാക്കേജ് ചെയ്യുകയും അതുപോലെ തന്നെ സ്മോളർ പാക്കറ്റ്സ് ആക്കുകയൊക്കെ ചെയ്യും ആവശ്യമെങ്കിൽ. ഡേറ്റ ഹാൻഡ്ലിംഗ്. The router can determine how the data is packaged and sent to other networks in different types. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ തന്നെ വരണമെന്നില്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ആക്കി മാറ്റാനും സാധിക്കും. ഇങ്ങോട്ട് വരുന്ന ഡാറ്റ അനലൈസ് ചെയ്ത് മറ്റൊരു തരത്തിലുള്ള ഡേറ്റയായിട്ട് പാക്കേജ് ചെയ്യാനും ആർക്ക് സാധിക്കും? റൂട്ടറിന് സാധിക്കും. റൂട്ടർ ക്യാൻ ബി വയർഡ് ഓർ വയർലെസ്. നമുക്ക് നമ്മുടെ റൂട്ടറിനെ വയർ വെച്ചിട്ടും കണക്ട് ചെയ്യാം, വയർലെസ് ആയിട്ടും കിട്ടും അല്ലെ. വയർലെസ് യൂസേഴ്സ് നമുക്ക് എന്ത് ചെയ്യും? വൈഫൈ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഫോണിലൊക്കെ വയർ വെച്ചിട്ട് കുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ dual functionality. Modern home Wi-Fi routers can serve as both router and modem and switch. പലതായിട്ടും വർക്ക് ചെയ്യാനായിട്ട് റൂട്ടേഴ്സിന് സാധിക്കും. ഓക്കെ. These routers connect the incoming broadband lines from the internet service provider and convert the signal into digital data for computing devices to process. Okay. ഇനിയാണ് ഗേറ്റ്വേ. ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ എന്താണ് ഗേറ്റ്വേ? രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് അല്ലെ. A key access point that act as a gate between an organization's network and the external internet. Function എന്താ? Serves as the entry and exit point of the data traveling in and out of a network. All data must pass through the gateway to use routing paths. Routes and packets and maintains information about the internet network paths and remote networks. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ആയിട്ട് ഈ ഗേറ്റ്വേസ് വർക്ക് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ. When a node from one network wants to communicate with a node from another network, it sends the data packet to the gateway. അപ്പോൾ ഒരു നോഡിനെ മറ്റൊരു നോഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ഗേറ്റ്വേയിലേക്ക് അയക്കും. Which routes it using the best possible path. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ പോയാലാണ് കറക്റ്റ് ആയിട്ട് മറ്റേ നോഡിലേക്ക് എത്തുക എന്നുള്ള കാര്യം ഗേറ്റ്വേ നോക്കും, എന്നിട്ട് കറക്റ്റ് ആയിട്ട് സംഭവം എത്തിക്കും. ഓക്കെ. Then home internet connectivity. The gateway is typically provided in internet provider offering access to the entire internet. അപ്പോൾ ഈ ഹോം ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഇത് കൊടുക്കുക. റൂട്ടർ ആസ് ഗേറ്റ്വേ. നമ്മുടെ മിക്കവാറും നമ്മുടെ റൂട്ടർ തന്നെയാണ് ഗേറ്റ്വേ ആയിട്ട് വർക്ക് ചെയ്യാറുള്ളത്. ഗേറ്റ്വേ ഇംപ്ലിമെന്റേഷൻ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഇൻ ബോത്ത് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ ആൻഡ് കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഫയർവാൾ ഇന്റഗ്രേഷൻ. ഫയർവാൾ ഇന്റഗ്രേഷൻ എന്തിനാണ്? നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫയർവാൾ ഇന്റഗ്രേഷൻ ഉള്ളത്. ഇത് നമുക്ക് ഗേറ്റ്വേ ആയിട്ട് ചേർക്കാൻ പറ്റും. Since a gateway is positioned at the edge of the network, it often integrates with a firewall to enhance the network security. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫയർവാളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്, സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ്വേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 3-4 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ട് പഠിക്കണം. നമ്മളിപ്പോ പഠിച്ച ഇതുണ്ടല്ലോ, IT ഉണ്ടല്ലോ, അതിന്റെ NCERT ചാപ്റ്റർ വേണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് കമന്റ് ഇടാം, ഞാൻ ചാപ്റ്റർ ഇട്ടേക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വലിയ കാര്യമായിട്ടുള്ള അധികം ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല,
ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ എല്ലാ ആഴ്ചയും തരുന്ന തൊഴിൽ വാർത്ത തൊഴിൽ വിധി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അവസാനത്തോടാകുമ്പോഴേക്കും നമ്മൾ ടെസ്റ്റ് സീരീസ് ഇറക്കും. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഴയ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെന്തായാലും ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ മടിയുള്ളവരെ ഒരു തരത്തിലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. തൂക്കിയെടുത്ത് വെളിയിൽ കറിയും പറയുന്നില്ല, അത് വേണ്ട. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 1932 ക്ഷേത്ര പ്രവേശനം സംബന്ധിച്ച്, അതായത് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞപ്പോൾ ക്ഷേത്ര പ്രവേശനം സംബന്ധിച്ചിട്ട് ഒരു അന്വേഷണ സമിതിനെ നിയമിച്ചു. 1934 അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല, ദളിതരെയും ബാക്കിയുള്ള ഈഴവരെയും അങ്ങനെ ആരെയും തന്നെ ഈ അമ്പലങ്ങളിൽ കേറ്റണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോ ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ? വി എസ് സുബ്രഹ്മണ്യ അയ്യനായിരുന്നു അതിന്റെ അധ്യക്ഷൻ. അപ്പൊ വി എസ് സുബ്രഹ്മണ്യ അധ്യക്ഷനായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരുടെ പേരൊന്ന് നിങ്ങൾ നോക്കണം. ഉള്ളൂർ പരമശിവ അയ്യർ, മഹാദേവ് അയ്യർ ആൻഡ് നമ്പി നീലകണ്ഠ ശർമ്മ. പേരൊന്ന് ഓർത്തു വെച്ചേക്കണേ. ഇവര് മൂന്നുപേരുണ്ടാവും. ഉള്ളൂർ എസ് പരമേശ്വരൻ, പിന്നെ മഹാദേവ് അയ്യർ, നമ്പി നീലകണ്ഠ ശർമ്മ. ഓക്കെ, ഇവർ ടെമ്പിൾ എൻട്രീനെ നിരുത്സാഹപ്പെടുത്താനുണ്ടായത്. പക്ഷെ സി പി രാമസ്വാമി അയ്യർ ഇവരുടെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ടെമ്പിൾ എൻട്രീനെ പ്രോത്സാഹിപ്പിച്ചു. ടെമ്പിൾ എൻട്രിയുടെ ഒരു പ്രൊക്ലമേഷൻ നടത്താനായിട്ട് രാജാവിനെ പ്രേരിപ്പിച്ചു. ഓക്കെ, ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല എന്ന് പരിഹസിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതും കറക്റ്റ് ആണ്. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചിക്കുന്നവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് അല്ല. ആരാണ്? ഓർബിൻഡോ ഘോഷാണ്. ഓർബിൻഡോ ഘോഷാണ് യാചിക്കുന്നവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ 3 മാത്രം തെറ്റുള്ളൂ. 3 മാത്രം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 1 and 2 ആണ് ശരി. ഓക്കെ, തെറ്റായ ജോഡി ഏത്? ഓടനാടിനെ കായംകുളം എന്ന് വിളിക്കാറുണ്ട്. അശ്മകം എന്ന് കൊടുങ്ങല്ലൂരിനെ പണ്ട് വിളിച്ചിരുന്നു. ഗോശ്രീ എന്ന് കൊച്ചിനെ വിളിച്ചിരുന്നു. വെങ്കട്ടക്കോട്ട എന്നാണോ സുൽത്താൻ ബത്തേരിനെ വിളിച്ചിരുന്നത്? അല്ല, ഗണപതി വട്ടം എന്നായിരുന്നു സുൽത്താൻ ബത്തേരിനെ വിളിച്ചിരുന്നത്. കേട്ടോ. നെക്സ്റ്റ്, ഗൂഢാലോചന കേസുകളെ ആദ്യം നടന്ന ക്രമത്തിൽ ഇതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആണത് മുസാഫർപൂർ ഗൂഢാലോചന കേസ്, ദെൻ ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസ്, ദെൻ ഒന്നാമത്തെ കാൺപൂർ ബോൾഷെവിക് ഗൂഢാലോചന കേസ്, അവസാനമാണ് മീററ്റ് ഗൂഢാലോചന കേസ് ഉണ്ടായത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് കോൺസ്പിരസി കേസസിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് എടുത്തായിട്ടുള്ള പരീക്ഷ പേപ്പറുകൾ വരുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അടുത്ത ഒരു സിലബസ് ഷുവർ സ്നാപ്ഷോട്ട്സിൽ ഞാൻ ഈ ഗൂഢാലോചന കേസുകൾ കൊണ്ടുവരാം. കേട്ടോ. അപ്പൊ ഈ കാൺപൂർ ബോൾഷെവിക് കോൺസ്പിരസി കേസ് എന്ന് പറഞ്ഞാൽ അധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒന്ന് നോക്കിയത്. അതിന്റെ പിന്നിലുണ്ടായിരുന്നത് കുറച്ച് യങ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളാണ്. ആരൊക്കെ? എം.എൻ. റോയ്, മുസഫർ അഹമ്മദ്, ഓക്കെ, എസ്.എ. ഡാൻകെ, നളിനി ഗുപ്ത, ശ്രീരംഗവേലു ചെട്ടിയാർ, ഗൗതം ഹസൻ എന്നിവർ. ഓക്കെ, അപ്പൊ ഇവര് ഈ ഒരു കേസിൽ കുറെ പേര് ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അധികം കണ്ടിട്ടില്ല. അപ്പൊ ഗൂഢാലോചന കേസുകളുടെ കാര്യം നമ്മളൊന്ന് നല്ലോണം നോക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻസ് ഈ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. PSC ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഇടാം എന്നൊരു മൂഡിലാണ് ഈ അടുത്തായിട്ട് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഗൂഢാലോചന കേസുകൾ ഞാൻ ഒരു ടേബിൾ ആക്കി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നല്ലോണം വായിച്ച് പഠിച്ചേക്കാം. കേട്ടോ. തെറ്റായിട്ടുള്ള ജോഡി ഏത്? ഇത് നമ്മളുടെ വിച്ഛിന്നതകൾ അഥവാ ഡിസ്കണ്ടിന്യൂയിറ്റികളെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പടം വെച്ചിട്ടുണ്ട്. എന്താണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി? കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റിന്റെ ഇടയിലുള്ളതാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി. മൊഹോറോവിക് ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലോവർ ക്രസ്റ്റും അപ്പർ മാൻഡിലും തമ്മിലുള്ളതാണ് മൊഹോറോവിക് ഡിസ്കണ്ടിന്യൂയിറ്റി. റെപ്പറ്റി ആവുമ്പോഴോ റെപ്പറ്റി ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് അപ്പർ ആൻഡ് ലോവർ മാൻഡിലിന്റെ ഇടയിലുള്ളതാണ്. ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് എന്താണ്?
ലോവർ മാൻഡിലും ഔട്ടർ കോറും, ലേമൻ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ബിറ്റ്വീൻ ഔട്ടർ ആൻഡ് ഇന്നർ കോർ. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ക്ലാസ് കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു, മുഴുവൻ കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ടെലഗ്രാം ചാനലിലേക്ക് വരിക, അവിടെ ഞാൻ PDF ഇട്ടേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് നേരത്തെ IT യുടെ ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക, ഗ്രൂപ്പിൽ പറയുക, അപ്പൊ ഞാൻ നിങ്ങൾക്ക് IT യുടെ ചാപ്റ്റർ തന്നേക്കാം. അപ്പോൾ ഈ നോട്ടൊക്കെ ഞാനിപ്പോ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.